നമസ്കാരം. നിഫ്റ്റിയിലും ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,471 ഈ ഒരു ലെവലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരാൻ പോണ്ടായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ സംഭവിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലാസ്റ്റ് സെഷനിൽ സംഭവിച്ചതും വരാ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതും അവസാന ഡേയിൽ സംഭവിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് മാർക്കറ്റ് എപ്പോഴും സംഭവിക്കുക. അപ്പോൾ ഇന്ന് സംഭവിച്ചു നോക്കുക. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റി കാണും. എത്ര മൊമെൻറ്റും ചെറിയ കുറഞ്ഞ മാർക്കറ്റ് ആയാലും റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആയാലും നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കിട്ടിക്കാണും. കാരണം ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സ് തന്നെയാണ് ചാൻസ്, പ്രോഫിറ്റ് ബുക്കിനാണ് ചാൻസ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. മാർക്കറ്റിൽ ഓപ്പണിംഗ് തന്നെ എക്സാക്റ്റ് ആയിട്ട് ഒരു ഫാൾ വന്നു. ഈ ഒരു സപ്പോണിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തു, ഈ ഒരു സപ്പോണിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഈ രണ്ട് സപ്പോണിൻ്റെ താഴത്തേക്കും സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി 24,400 അടുത്തേക്ക്, അതായത് അടുത്ത സപ്പോർട്ട് ലെവലിൻ്റെ അടുത്തേക്ക് ടച്ച് ചെയ്യുമെന്നാണ്. നിഫ്റ്റി 24,429 വരെ ലോ രജിസ്റ്റർ ചെയ്തതിന് ശേഷം സൈഡ് വേസ് മൊമെൻ്റാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തേലും മാർക്കറ്റ് വളരെ ചെറിയൊരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ എക്സാക്റ്റ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തവർക്ക് മാത്രം ആ ഒരു പ്രോഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റി കാണും, ചെറിയൊരു പ്രോഫിറ്റ് ആയാലും. നമുക്ക് വരാൻ പോകുന്നതായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡെയിലി ടൈം ഫ്രെയിമിലായാലും നിഫ്റ്റി ആയാലും ഇന്നത്തെ സിറ്റുവേഷൻ ആയാലും ഈ ഒരു ഗ്യാപ്പ് ഏരിയ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയിൽ ഇതിൻ്റെ ഒരു താഴത്തേക്ക് മാർക്കറ്റ് നിലനിന്ന് കഴിഞ്ഞാൽ ബിഗ് റെഡ് ക്യാനിൽ മാർക്കറ്റിൽ ഫോം ആകും. എപ്പോഴും അലേർട്ട് ആകുക. നല്ലൊരു മൊമെൻറ്റം എൻട്രി ഇതേ രീതിയിലായിരിക്കും മാർക്കറ്റിൽ വരുന്നത്. അതായത് ഈ പറയാൻ പോകുന്ന സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബൗൺസ് ചെയ്യാനുള്ള ശ്രമം മാർക്കറ്റ് അടുത്ത റെസിസ്റ്റൻസ് വരെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് വരാൻ പോകുന്ന ഡേയിലെ സിനാരിയോ ലോങ്ങർ ടൈം ഫ്രെയിമിൽ. ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ കോൺട്രാക്റ്റിലായാലും മൊമെൻറ്റം വളരെ കുറവായിരുന്നു. നമ്മളത് സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ സൂചിപ്പിച്ചായിരുന്നു മൊമെൻറ്റത്തിന് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ വരാൻ പോണ വീക്ക് മുതൽ നെക്സ്റ്റ് കോൺട്രാക്റ്റ് മുതൽ തന്നെ മൊമെൻറ്റത്തിന് ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് നെക്സ്റ്റ് വീക്കും കൂടി ചില സിറ്റുവേഷനിൽ മൊമെൻറ്റം കുറഞ്ഞാൽ പോലും അതിൻ്റെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഹ്യൂജ് വോളറ്റാലിറ്റി, ഹ്യൂജ് മൊമെൻറ്റം മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് കോൺട്രാക്റ്റ് മുതൽ തന്നെ മൊമെൻ്റ് ഉണ്ടാകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഈ ഒരു ലെവല് നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നു. ഈ ഒരു സപ്പോർട്ട് റേഞ്ചും ഓപ്പണിങ്ങിൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്യാനിൽ ഓപ്പണിംഗ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാനിൽ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് നിലനിർത്താൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഹ്യൂജ് ഫാളിനുള്ളൊരു സെറ്റപ്പ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് റൈറ്റ് സപ്പോർട്ട്, റൈറ്റ് റെസിസ്റ്റൻസ് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റിൻ്റെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും നല്ലൊരു മൊമെൻറ്റ് മാർക്കറ്റിൽ കിട്ടും. ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുക. ലാസ്റ്റ് സെഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ടിൽ നിന്ന് ഒന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു ശ്രമം മാർക്കറ്റ് നടത്തി. ഇത് ഫെയിലിയർ ആകുകയാണെങ്കിൽ 24,428 താഴെ ലോവർ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 428 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് 24,444 ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുക. പക്ഷെ തിരിച്ച് കയറി കഴിഞ്ഞാൽ സൈഡ് വേസ് മൊമെൻറ്റത്തിനായിരിക്കും ചാൻസ് വരുന്നത്. ഈ ഒരു ലെവല് വലിയൊരു മൊമെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും കുറച്ച് സമയം ഇൻ കേസ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ ഒക്കെ ഹോൾഡ് ചെയ്തതിന് ശേഷം തിരിച്ച് കയറുകയാണെങ്കിൽ ബൈയിലേക്ക് നിലനിൽക്കുക. പക്ഷേ ഈ ഒരു ലെവല് ഹയർ ലെവല് റെസിസ്റ്റൻസ് ഉണ്ട്. 24,500 റെസിസ്റ്റൻസ് കാണുന്നത്. 24,500 24,530. അതുപോലെ തന്നെ 24,500 മുകളിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 530 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസുകൾ ഫോളോ ചെയ്യുക. ഈ ഒരു ലെവല് പ്രത്യേകിച്ച് മൊമെൻറ്റത്തിന് ചാൻസ് കുറവായിരിക്കും. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ പോലെ തന്നെ സെല്ലിനാണ് ചാൻസ്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ സപ്പോർട്ടിൻ്റെ ഒരു താഴെ
മാർക്കറ്റ് ഒന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമം നടത്തുന്നു. ഇത് കണ്ട് ഒരിക്കലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ട് താഴെ നിലനിൽക്കുമ്പോൾ ട്രെൻഡ് സ്റ്റിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്ത ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് കടക്കണം, റെസിസ്റ്റൻസിന് മുകളിലേക്കും കടക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ ക്യാൻഡിൽ കാണുന്ന ഒരു സമയത്ത്, ഗ്രീൻ ക്യാൻഡിൽ കാണുന്ന സമയത്ത് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വരാൻ പോണ ഡേ മാനേജ് ചെയ്യുക. മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.